തൃശൂർ ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായി ഇന്നലെ 1 മണിക്കൂർ നേരമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായത്. ഇന്നലെ വൈകിട്ട് 4:30 മുതൽ 5:30 വരെയാണ് CCTV പ്രവർത്തിക്കാതിരുന്നത്. സംഭവത്തിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഗുരുവായൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള അട്ടിമറികൾക്ക് സാധ്യതയുള്ള മണ്ഡലമാണ്. BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ ഇന്നലെ അവിടെ എന്താണ് ഈ 1 മണിക്കൂർ സമയം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ചില ദുരൂഹതകൾ ഉണ്ട്. അതുതന്നെയാണ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. പറയൂ സാനു, എന്താണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകാൻ കാരണമായത്? രാഖി, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൻ്റെ CCTV ആണ് ഇന്നലെ 1 മണിക്കൂർ നേരം നിശ്ചലമായത്. എന്തുകൊണ്ടാണ് ഈ CCTVകൾ ഇത്തരത്തിൽ നിശ്ചലമായതെന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. കാരണം ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന മേഖലയാണ് ഈ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ. മാത്രമല്ല, ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഈ കേന്ദ്രസേനയുടെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെയും ഒക്കെ വലിയ നിരീക്ഷണവും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയൊക്കെ പരിശോധനയൊക്കെ തുടർച്ചയായിട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഈ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. എന്തായാലും ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളാണ് ഇന്നലെ 1 മണിക്കൂറോളം നേരം പ്രവർത്തനരഹിതമായത്. മാത്രമല്ല, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരോപണം കൂടെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും ഒപ്പം തന്നെ NDAയുടെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ CCTV ഈ പ്രവർത്തനരഹിതമായതിന് തൊട്ട് പിന്നാലെ അവിടെ വലിയൊരു പൊട്ടിത്തെറി, വലിയൊരു ശബ്ദം കേട്ടു എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നതെന്നാണ്. ഈ ശബ്ദം എന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഈ ശബ്ദത്തിന് പിന്നിലുള്ള കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് പരിശോധന നടത്തണം. കാരണം ഈ വലിയ രീതിയിലുള്ള അട്ടിമറിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഗുരുവായൂർ. അല്പം മുമ്പ് രാഖി സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും അതേപോലെ തന്നെ ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 50 വർഷം അവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടാണ് NDA അവിടെ കഴിഞ്ഞ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്, പങ്കാളിയായിട്ടുള്ളത്. അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ NDAയുടെ ആശയങ്ങൾ വെച്ചിട്ടുള്ളത്. അത് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് ഏറെക്കുറെ ഉറപ്പായതോടുകൂടി ആ മണ്ഡലത്തിൽ അട്ടിമറി വിജയം BJPക്ക് ഒരുപക്ഷെ ഉണ്ടാവാൻ പോകുന്നു എന്നതിന് സൂചന കൂടി കണ്ടതോടുകൂടി മറ്റൊരു അട്ടിമറി ആ മണ്ഡലത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ CCTVകൾ പ്രവർത്തനരഹിതമാക്കിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണമെന്നാണ് B ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം B ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കാരണം സ്ട്രോങ് റൂം എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ഏറ്റവും വലിയ സുരക്ഷിതത്വം കൊടുക്കേണ്ട മേഖലയാണ് സ്ട്രോങ് റൂം. ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടായാൽ ഈ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. ആ പ്രദേശത്തെ CCTV തന്നെ ഇല്ലാതാവുന്നു, അതിൻ്റെ 1 മണിക്കൂർ നേരം അത് നിശ്ചലമാകുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന ഒന്നാണെന്നും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നും അതേപോലെ തന്നെ ഈ 1 മണിക്കൂർ നേരം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കൂടി നൽകണമെന്നാണ് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇന്നലെ 1 മണിക്കൂർ നേരമാണ്, അതായത് 4:30 മുതൽ 5:30 മണി വരെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായത്. അതിനുശേഷം ഒരു പൊട്ടിത്തെറി കേട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. ഇത് സംബന്ധിച്ച് അദ്ദേഹം പരാതിയും നൽകിയിട്ടുണ്ട്.